എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് മകരമാസം 5-ാം തീയതി 19/1/2026 തിങ്കളാഴ്ച എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് തിരക്കേറിയ ദിവസമാണല്ലോ. തിങ്കളാഴ്ച പൊതുവെ അവധി കഴിഞ്ഞിട്ടുള്ള ദിവസം, വാഹനങ്ങളും മറ്റും വളരെയധികം ദ്രുതഗതിയിൽ ഓടുകയും അതുപോലെ ബ്ലോക്കൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. കുറച്ചുകൂടെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇന്നത്തെ ദിവസം വളരെ ശ്രദ്ധയോടുകൂടി പോവുക. നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ആദ്യമായി പതിവ് പോലെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവമാണെങ്കിലും എല്ലായിടത്തും വൈകിച്ചെന്നത് മൂലം ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. മേലധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ ബോസുകളിൽ നിന്നോ ഒക്കെ വാർണിംഗ് ലഭിക്കുവാനൊക്കെ സാധ്യത കാണുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് വളരെ നേരത്തെ ഗ്രഹത്തിൽ നിന്ന് പുറപ്പെടാനായിട്ട് ശ്രദ്ധ വയ്ക്കേണ്ട ദിവസമാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, പുതിയ കാര്യങ്ങളിലെ വിപണനത്തിന് ഒരുങ്ങുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും. ഇന്ന് നടക്കുന്ന മീറ്റിങ്ങുകൾ അതുപോലെ അതെല്ലാം ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ വളരെ ഫലപ്രദമായ ഒരു ദിവസമായിരിക്കും. അതുകൂടാതെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം തടസ്സങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് മുൻകരുതലുകൾ എടുക്കുക. വാഹന സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിലും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനുള്ള ആലോചനയ്ക്ക് അനുകൂലമായൊരു സന്ദർഭം വന്നു ചേരുവാനായിട്ട് സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാകാനുമൊക്കെ സാധ്യതയുണ്ട്. ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് അതിനുതകുന്നതായ ചികിത്സാ സമ്പ്രദായം കണ്ടെത്തുവാനൊക്കെ സാധ്യത കാണുന്നു. വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കുകയില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വരാം. അതേപോലെ തന്നെയാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. എഴുത്തുകാർക്ക് വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും സാധിക്കുവാൻ എഴുത്തുകാർക്ക് സാധ്യതയുണ്ട്. എല്ലാ എഴുത്തുകാരും ഇതിൽ ഉൾപ്പെടുന്നു. ആധാരമെഴുത്ത്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, അതുപോലെ ഭാവനയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഭാവനാത്മകമായ എഴുത്തുകൾ എല്ലാം തന്നെ ഒരേ ഫലമാണ് കാണുന്നത്. ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുവാനും വളരെയധികം സൗഹൃദങ്ങൾ പുനരാരംഭിക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകേരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആരോഗ്യപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. അത്ഭുതകരമായ രീതിയിൽ ധനം വന്നു ചേരുവാനായിട്ട് സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമാണ്. ഇന്ന് നടത്തുന്ന ബിസിനസ്സെല്ലാം ലാഭകരമായിരിക്കും. ഇന്നത്തെ തീരുമാനങ്ങളെല്ലാം വളരെ ഉറച്ചതും അതേപോലെ ഫലപ്രദവുമായിരിക്കും. സാമൂഹ്യമായ ഇടപെടലുകൾ തീർച്ചയായും നിയന്ത്രിക്കേണ്ടതുണ്ട്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചില അബദ്ധം നിറഞ്ഞ വാക്കുകൾ നമ്മുടെ ഭാഗ്യത്തെ തന്നെ ബാധിക്കുന്നതായിട്ട് കാണുന്നു. ചില വാക്കുതർക്കങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. ആത്മസംയമനം പാലിക്കുക. ജലവുമായി ബന്ധപ്പെട്ട റിക്രിയേഷനുകൾ ഇന്നത്തെ ദിവസം മാറ്റിവെക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ജലജന്യമായ ചില അസുഖങ്ങൾ വരുവാനും സാധ്യത കാണുന്നു. നീന്തൽ താരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. വളരെയധികം കരുതലുകളും മറ്റും എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഉദരസംബന്ധമായ അസുഖങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ENT വിഭാഗത്തിൽ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സ തേടേണ്ടതായിട്ടും കാണുന്നു. അടുത്തായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. അംഗീകാരങ്ങളും അതുപോലെ സർക്കാർ ഉദ്യോഗം നയിക്കുന്നവർക്ക് അഭിനന്ദനങ്ങളും പ്രമോഷനുകൾക്കുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. കിട്ടാതെ മുടങ്ങിക്കിടന്നിരുന്ന ധനമോ കടം കൊടുത്ത ധനമോ ഒക്കെ തിരിച്ചു കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ബുദ്ധിപരമായ ഇടപാടുകൾ മൂലം പല കാര്യങ്ങളും നമുക്ക് അനുകൂലമായി വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ശാരീരികമായി ആരോഗ്യം വീണ്ടെടുക്കുവാനായി പല
പുതിയ ചികിത്സാ രീതികൾ കണ്ടെത്തുവാൻ സാധ്യതയുണ്ട്. പഴയ സുഹൃത്തുക്കൾ മുഖാന്തരം ചില ഇടപാടുകൾ നടക്കുവാനും അത് ധനം വരുന്ന രീതിയിലുള്ളതായി തീരാനും സാധ്യതയുണ്ട്. വസ്തുക്കൾ വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ഇട്ടിരിക്കുന്നവർക്ക് അതിനും അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. ആരോഗ്യകരമായ ചില കാര്യങ്ങൾ അലട്ടുന്നവർക്ക് ആശ്വാസത്തിൻ്റെ ദിവസമായിരിക്കുമെന്ന്. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക്, വിശ്രമ ജീവിതം നയിക്കുന്നവർക്കൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള എൻഗേജ്മെൻറ്റുകൾ ഉണ്ടാകുക, ഭക്തി മാർഗത്തിലേക്കുള്ള ക്ഷണം ലഭിക്കുകയൊക്കെ ചെയ്യുന്നത് മൂലം ഏകാന്തത ഒഴിവാക്കാനായിട്ട് സാധിക്കും. എപ്പോഴും പ്രായമായവർക്ക് ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് കാണുന്നു. അതിൽ നിങ്ങൾ ദുഃഖിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുത്. ഇത് കാലാകാലങ്ങളായി നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. അതായത് പ്രായമേറിയ ആൾക്കാരെ ശ്രദ്ധിക്കാനായിട്ട് പുതിയ തലമുറയ്ക്ക് കുറച്ച് വൈഷമ്യമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ തീർച്ചയായും കൂട്ടായ്മകളിലൂടെ മുൻപോട്ട് പോകുക. നമുക്ക് തുല്യമായ പ്രായക്കാരുമായിട്ട് കൂട്ടായ്മകൾ ഉണ്ടാവുകയോ വേദവും ശാസ്ത്രവുമൊക്കെ പഠിക്കാനായിട്ട് സമയം വിനിയോഗിക്കുകയൊക്കെ ചെയ്താൽ മനസ്സമാധാനം ഉണ്ടാകുന്നതാണ്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദംകാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ആശ്വാസത്തിൻ്റെ ദിവസമാണ്. ധാരാളം അംഗീകാരങ്ങളെല്ലാം ലഭിക്കുന്ന ദിവസമാണ്. ക്ഷേത്ര ദർശനങ്ങൾക്കോ പുണ്യപ്പെട്ട കാര്യങ്ങളോ ഒക്കെ ചെയ്യുവാനുള്ള ഒരു അവസരം ലഭിക്കുന്ന ദിവസമാണ്. ദാനധർമാദികൾ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ഉചിതമായിരിക്കും. ദാനധർമാദികൾ കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അതുമൂലം നമുക്ക് വന്നു ഭവിക്കുവാൻ സാധ്യതയുണ്ട്. സമ്പന്നത ഉള്ളവർ അല്ലെങ്കിൽ ധനം ധാരാളം മിച്ചമുള്ളവർ തീർച്ചയായും മാസത്തിലൊരിക്കലെങ്കിലും അന്നദാനം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് കർക്കിടകക്കൂറുകാർ. കർക്കിടകക്കൂറിൽ വരുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് ഇന്ന് അത്ഭുതകരമായ ചില പരിവർത്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അനുകൂലമായ ചില സാഹചര്യങ്ങളും തിരഞ്ഞെടുപ്പുകളുമൊക്കെ വളരെയധികം സന്തോഷം തരുന്ന ഒരു ദിവസമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിലും വരുന്ന മാറ്റം കൊണ്ട് വളരെ ആഹ്ലാദം നിറഞ്ഞൊരു ദിവസമായിരിക്കും. ദൂരദേശത്ത് സഞ്ചരിക്കുന്നതിനും പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കുന്നതിനുമൊക്കെ സാധ്യത ഉള്ള ഒരു ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന് കർക്കിടകക്കൂറുകാർക്കുള്ളത്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ചില പ്രതീക്ഷ നിറഞ്ഞ കാര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. വൈവാഹിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവരവർക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. ചില അപവാദങ്ങൾ കേൾക്കുവാനും സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി, അച്ചടക്കത്തോടുകൂടി, ആത്മസംയമനത്തോടുകൂടിയും മുൻപോട്ട് പോയാൽ ഇത്തരത്തിലുള്ള വൈഷമ്യങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായ ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുന്നതിനോ അല്ലെങ്കിൽ വ്രതം, ധ്യാനം ഒക്കെ മുറിച്ച് സന്തോഷപരമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതിനോ, സുഹൃത്തുക്കളുമൊത്ത് സമയം പങ്കിടുന്നതിനോ, പങ്കാളിയുമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ ഒക്കെ ഉള്ള ഒരു നല്ല ദിവസമായി കാണുന്നു. സന്താനങ്ങളുടെ അഭിവൃദ്ധി ഓർത്ത് അഭിമാനം കൊള്ളാൻ സാഹചര്യം ഒരുങ്ങുന്ന ദിവസമാണ്. ബിസിനസ്സിൽ ചില അത്യപൂർവമായ ഒരു നേട്ടം കൈവരിക്കുന്നത് കൊണ്ട് സന്തോഷിക്കാനുള്ള ദിവസമായിരിക്കും. പുതിയ ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ശ്രദ്ധ വയ്ക്കുവാനും സാധ്യത തെളിഞ്ഞു കാണുന്നു. ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ചില ആപത്തുകൾ വന്ന് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന അത്യാവശ്യമാണ്. എപ്പോഴും നമ്മൾ ഈശ്വരനെ നിലനിർത്തി വേണം മുൻപോട്ട് പോകുവാൻ. ഭക്തിയും പ്രപഞ്ചത്തോടുള്ള പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതം വളരെ മൃദുവാക്കുന്നതും സൗഭാഗ്യം നിറഞ്ഞതാക്കുന്നതും ഒക്കെ ആക്കുന്നതാണ്. സത്യവും നീതിയും നിലനിർത്തി മുൻപോട്ട് പോകുന്നവർക്ക് ആപത്തുകളൊന്നും കാണുന്നില്ല. കയറ്റുമതി ഇറക്കുമതി ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, മറ്റ് തൊഴിലുകൾ ചെയ്യുന്നവർക്ക്, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരം, കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ഗുണാധിക്യമാണ് കാണുന്നത്. കിട്ടാതെ കിടക്കുന്ന കടം കൊടുത്ത
പണമെല്ലാം കിട്ടാതെ കിടക്കുന്നത് തിരിച്ചു വരാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ ചില കേസുകളും വഴക്കുകളും ഒക്കെ വന്ന് ഭവിക്കുവാനും സാധ്യത കാണുന്നു. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് ചില വിപരീതമായ അനുഭവങ്ങൾ മൂലം മനക്ലേശത്തിന് സാധ്യതയുണ്ട്. വൈവാഹിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേർപാടിൻ്റെ വക്ക് വരെ എത്താനുള്ള കലഹത്തിലേക്ക് നയിക്കുന്ന ചില സംഭവങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതായി കാണുന്നു. സമാധാനം തേടി അലയുന്നവർക്ക്, സമാധാനം എന്ന് പറയുന്ന വാക്ക് നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തേണ്ടതാണ്. അതുകൊണ്ട് സമാധാനം എന്ന് പറയുന്ന വസ്തുത പൊതുവെ ആർക്കും ഇല്ല. അതുകൊണ്ട് അത് തേടി എവിടെയും പോകേണ്ടതില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ഇത് തൻ്റെ കർമ്മഫലമാണെന്ന് മനസ്സിലാക്കി ഉറച്ചു നിൽക്കുകയും ചെയ്താൽ പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇന്നത്തെ ദിവസം ചില സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം പുതിയ ചില സംരംഭങ്ങളിലേക്ക് ഏർപ്പെടാനുള്ള ക്ഷണം ലഭിക്കുവാനൊക്കെ സാധ്യതയുണ്ട്. ജോലി നഷ്ടപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ കണ്ടകശനിക്കാലമാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അടുത്ത ഒരു ജോലി കിട്ടിയേക്കാമെങ്കിലും ഇത്രയും നാളും ജോലി ചെയ്തതിൽ നിന്ന് കുറച്ച് താഴ്ന്ന ഒരു നിലവാരത്തിലേക്ക് ജോലി ചെയ്യേണ്ടതായി വരും. അത് കുറച്ചിലായിട്ടെടുക്കാതെ മുമ്പോട്ട് പോവുക. ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ടെന്ന് മനസ്സിനെ പഠിപ്പിക്കുക. സന്താനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങൾ വിഫലമായി പോകുന്നവർക്ക് മനപ്രയാസമുണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ചെയ്യുവാനും മറ്റും ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരം കണ്ടെത്താനുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ആത്മസംയമനം പാലിക്കാതെ തർക്കങ്ങളിൽ ഏർപ്പെടുവാനും അതുമൂലം ഭാവിയിലേക്ക് വളരെയധികം ദോഷകരമായ ചില അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ച നേട്ടങ്ങളൊന്നും ലഭിക്കാത്തതുകൊണ്ട് നിരാശയുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. സ്വന്തക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ രോഗാവസ്ഥയിലുള്ളവർക്ക് ചില പ്രതികൂലമായ മാറ്റങ്ങൾ വന്ന് സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ശാരീരികമായി ചില അധ്വാനങ്ങൾ മൂലം ചില ക്ഷതങ്ങൾക്കും മുറിവുകൾക്കുമൊക്കെ സാധ്യത കാണുന്നു. ഓരോ കാര്യവും ശ്രദ്ധയോടുകൂടി ചെയ്യുക. സന്താനങ്ങളിൽ ചിലർക്ക് ചില ദൗർഭാഗ്യങ്ങൾ വരുന്നത് കണ്ട് മനക്ലേശമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. വിവാഹ കാര്യങ്ങൾ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായൊരു ദിവസമായിരിക്കും. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ജലവും ആയി ബന്ധപ്പെട്ട് ഉള്ള റിക്രിയേഷൻസ്, കളി അല്ലെങ്കിൽ നീന്തൽ, ബോട്ടിലെ യാത്ര ഒക്കെ ഇന്നത്തെ ദിവസം മാറ്റി വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്ക് ഇന്ന് നിരാശ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അതുപോലെ ജലജന്യമായ അസുഖങ്ങൾ വരുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലയാനിടം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഇന്ന് വളരെയധികം തിരക്കേറിയ ഒരു ദിവസമായിരിക്കും. ജോലി ഭാരം കൂടുന്നു എന്ന് വിചാരിച്ച് ക്ലേശപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകാത്തതിൽ നിരാശപ്പെടുന്ന ദിവസമായിരിക്കും. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഉണ്ടെങ്കിലും കഴിക്കുവാനുള്ള സാഹചര്യം ഇല്ലാതെ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. അലർജി തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്കും ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർക്കും അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ഉദര സംബന്ധമായ ചില വൈഷമ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുവാനും സാധ്യത കാണുന്നു. ആരോഗ്യപരമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ട് അല്ലെങ്കിൽ ആരോഗ്യപരമായ ചില എക്സർസൈസുകൾ അല്ലെങ്കിൽ ഡയറ്റിംഗ് ഒക്കെ ചെയ്തു തീർക്കുവാനായിട്ട് ബുദ്ധിമുട്ടുന്നതായി കാണുന്നു. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക. വാഹനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരും ശ്രദ്ധിക്കുക. മുൻകരുതലെടുക്കാതെ ഒരു കാരണവശാലും വാഹനം ഓടിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് യുവാക്കൾ ശ്രദ്ധിക്കുക. വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുവാനോ അതുമൂലം ധനനഷ്ടം വരുവാനോ ഒക്കെ സാധ്യതയുണ്ട്. ഗൃഹോപകരണങ്ങൾ നാശനഷ്ടപ്പെടുവാനോ കീടങ്ങളുടെ ഉപദ്രവം കൊണ്ട് വിലപിടിച്ച വസ്തുക്കൾ നഷ്ടപ്പെടുവാനോ എലിയോ അല്ലെങ്കിൽ മറ്റ്
പാറ്റയോ മറ്റോ കരണ്ട് വലിയ വില പിടിച്ച വസ്ത്രങ്ങളൊക്കെ നഷ്ടപ്പെടുവാനും ഒക്കെ സാധ്യതയുണ്ട്. അതേപോലെ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. മറ്റുള്ളവർ ചൂഷണം ചെയ്യുവാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. അകന്നു നിൽക്കുന്ന ബന്ധുക്കൾ അടുത്തു വരുന്നതായി കാണുന്നു. എന്നാൽ പൊതുവായൊരു തത്വമുണ്ട്, അകന്നവർ അടുക്കുമ്പോഴും അടുത്തവർ അകലുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. വളരെയധികം നാളുകളായി ആഗ്രഹിച്ചിരുന്ന വിവാഹം നടക്കാനായി സാധ്യതയുണ്ട്. അതേപോലെ കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കുമെന്ന്. സന്താനങ്ങളുടെ അഭിവൃദ്ധി കണ്ട് വളരെയധികം ആത്മനിർവൃതി ഉണ്ടാകുന്ന ദിവസമായിരിക്കും. കലാപരമായ ഉന്നതിക്ക് സാധ്യതയുള്ള ദിവസമാണ്. കലാകാരന്മാരുമായിട്ടും ഉന്നതന്മാരുമായിട്ടുമൊക്കെ ഇടപെട്ട് വളരെയധികം അനുകൂലമായ ഒരു അവസ്ഥ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന ബന്ധുക്കൾക്കും ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വളരെ നിരാശാവഹമായ ചില സന്ദർഭങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. പൊസസീവ്നെസ് അല്ലെങ്കിൽ തങ്ങളുടേത് എന്ന് മാത്രം കരുതുന്ന ചില ബന്ധങ്ങൾക്ക് മറ്റ് ചില തടസ്സങ്ങൾ കാണുന്നത് മൂലം മനസ്സിന് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടായേക്കാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പിണക്കങ്ങളോ അല്ലെങ്കിൽ വേർപാടുകളോ ഒക്കെ വന്ന് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. വിശ്രമജീവിതം അനുഭവിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ മൂലം ചില അസുഖങ്ങൾ വന്നു ചേരാൻ സാധ്യത കാണുന്നു. ഗ്രഹത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് വളരെയധികം മനപ്രയാസമുണ്ടാകുന്നൊരു ദിവസമായിരിക്കും ഇത്. ഒറ്റപ്പെടൽ, ഏകാന്തത ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക, ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുക. ബുദ്ധിപരമായി ഏതെങ്കിലും ഒരു സാഹചര്യം ഒറ്റപ്പെടുന്നവർ തിരഞ്ഞെടുക്കേണ്ടതാണ്. ആരോഗ്യം ഇതിനൊരു പ്രശ്നമല്ല. നമുക്ക് ധാരാളം മാധ്യമങ്ങളും യൂട്യൂബ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേദപഠനത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള നല്ല കാര്യങ്ങളും ഒക്കെ പഠിക്കുവാനും ഒക്കെ സത്സംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിലേക്കൊക്കെ വ്യാപരിക്കുകയും ഒറ്റപ്പെടൽ ഒഴിവാക്കുകയും ചെയ്യണം. മനുഷ്യൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ്. പരസ്പരം സംസാരിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയും തങ്ങളുടെ മനസ്സിൻ്റെ സംഘർഷം ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുന്നത് സംസാരത്തിലൂടെയാണ്. അതിന് ഉതകുന്ന സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഒന്നും നമ്മളെ തേടി വരുന്നതല്ല, നമ്മളെല്ലാം തേടി പിടിക്കണം. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അധികം ഒരു വഴിത്തിരിവുണ്ടാകുന്ന ദിവസമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. അതേപോലെ ബന്ധുമിത്രാദികളിൽ ചിലരുടെ വേർപാടുകൾ മൂലമുള്ള ദുഃഖത്തിന് പരിഹാരം ലഭിക്കുന്ന ദിവസമാണ്. കണ്ണിനോ ചെവിക്കോ അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വളരെ അത്ഭുതകരമായ ചിലരുടെ ഇടപെടൽ മൂലം അത്ഭുതകരമായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പുതിയ ഒരു ജോലി അല്ലെങ്കിൽ ജോലി മാറ്റം ഒക്കെ നമുക്ക് ഉണ്ടായേക്കാനുള്ള സൂചന ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, സ്ഥാനമാറ്റം ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായി കാണുന്നു. IT ഫീൽഡ് ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം ആശ്വാസകരമായി അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പ്രോജക്റ്റൊക്കെ വന്നു ചേരാനായിട്ട് സാധ്യത കാണുന്നു. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇടപെടുന്നവർക്കും ഇന്നത്തെ ദിവസം പ്രതീക്ഷയുള്ളൊരു ദിവസമായിരിക്കും. അതേപോലെ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് നിയമപരമായ വിഷയങ്ങളിൽ ഇടപെട്ട് വിഷമിക്കുന്നവർക്കൊക്കെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. ചില പിഴകൾ അടയ്ക്കേണ്ടതായിട്ട് കാണുന്നു. വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതികാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം രാജോചിതമായ ബഹുമാനാദികൾ ലഭിക്കുന്ന ദിവസമാണ്. സന്തോഷകരമായ പല സാഹചര്യങ്ങൾ ഏറ്റുവാങ്ങാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ രേവതി നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ നല്ലതായിരിക്കുകയില്ല.
ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും ബന്ധുക്കളുടെ വേർപാട് മൂലവും ഒക്കെ ചില പ്രയാസങ്ങളുണ്ടാകാം. അതേപോലെ തന്നെ ധനം ചെലവാകുന്ന ഒരു ദിവസമാണ് രേവതി നക്ഷത്രക്കാർക്ക്. അമിതമായ ധനച്ചെലവ് മൂലം ഈ മാസത്തെ ബഡ്ജറ്റ് തന്നെ തകരാറിലാകുന്ന ചില ചിലവുകൾ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. ദീർഘായുസ്സിനായി പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. അതിന് ആയുഷ്യ സൂക്ത അർച്ചന ക്ഷേത്രങ്ങളിൽ നടത്തുന്നത് വളരെ ഫലപ്രദമാണ്. അതേപോലെ ധന്വന്തരാർച്ചനയും ഉതകുന്നതാണ്. എല്ലാവരും അവരവരുടെ ആചാരപ്രകാരം പ്രാർത്ഥനയിൽ മുഴുകുക. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും ദൂരദേശത്തിരിക്കുന്നവർക്കും വിദേശത്തിരിക്കുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. പ്രതീക്ഷിച്ച പല കാര്യങ്ങളും സഫലീകരിക്കുന്ന ദിവസമാണ്. ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടി സങ്കടം തീർക്കുകയും അല്ലെങ്കിൽ സമാധാനപരമായ ഉപദേശങ്ങൾ ലഭിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഷുഗർ മൂലം കഷ്ടപ്പെടുന്നവർക്ക് അത് അധികരിക്കാനുള്ളൊരു സാഹചര്യം കാണുന്നു. അതെല്ലാം നിയന്ത്രണത്തിൽ കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷ, ആശങ്ക ഇതിനൊക്കെ പരിഹാരം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. എല്ലാ തരത്തിലും എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.